കൊല്ലം തെക്കൻ മൈനാഗപ്പള്ളിയിൽ മത്സ്യകൃഷിയുടെ പേരിൽ അറവു മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ചുറ്റും തകര ഷീറ്റുകൾ കൊണ്ട് മറച്ച ഫാമിലിന്റെ പ്രവർത്തനം ദുരൂഹത നിറഞ്ഞതാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജലാശയത്തിന് സമീപത്തെ ഫാമിനുള്ളിൽ വീട് വെച്ചതിന് പഞ്ചായത്ത് കെട്ടിട നമ്പർ കൊടുത്തതിലും നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു. മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ മണ്ണൂർക്കാവിനോട് ചേർന്ന് പള്ളിക്കലാറിന്റെ തീരത്താണ് സംഭവം. ലോഡ് കണക്കിന് മാലിന്യങ്ങൾ കൊണ്ടുതള്ളി ജലാശയം മലിനപ്പെടുത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി. കരുനാഗപ്പള്ളി സ്വദേശി താജുദ്ദീന്റെ ഉടമസ്ഥതയിലാണ് ഫാമുള്ളത്. സമീപവാസികൾ നിരന്തരം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഈ പള്ളിക്കലാറിന്റെ തീരത്തുള്ള ഈ മീൻ വളർത്തൽ കേന്ദ്രത്തിൽ ടൺ കണക്കിന് കോഴി വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഈ ജലാശയത്തിൽ തള്ളുകയും അത് വളരെ ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തൊട്ടടുത്തുള്ള വീട്ടിലെ ഗീത എന്ന് പറയുന്ന ആ അമ്മ നിരന്തരം പഞ്ചായത്തിലും പോലീസിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ പരാതി നൽകിയിട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും അതേപോലെ ഹെൽത്തിൻ്റെ ആളുകളുമൊക്കെ ഈ ആളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് നടന്നു വരുന്നത്. ചുറ്റും ഉയരമുള്ള തകര ഷീറ്റുകൾ കൊണ്ട് മറച്ചതാണ് ഫാം. മത്സ്യകൃഷിയുടെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ദുരൂഹത നിറഞ്ഞതാണെന്ന് നാട്ടുകാർ പറയുന്നു. ജലാശയത്തിന് സമീപമുള്ള ഫാമിൽ അനുമതിയില്ലാതെ വീട് വെച്ചതായും എന്നാൽ അതിന് പഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകിയെന്നതുമാണ് ആക്ഷേപം. മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ ഭരണസമിതി ഇതിന് കൂട്ടുനിൽക്കുന്നതായാണ് ആരോപണം ഉയരുന്നത്. വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ ഫാം നടന്നു വരുന്നത്. കാരണം ഈ ഫാമിൻ്റെ ഏകദേശം 5-6 ഏക്കർ സ്ഥലത്ത് ഈ ഫാം നിൽക്കുകയും ഇതിൻ്റെ 4 വശവും ഏതാണ്ട് 10 അടി പൊക്കത്തിന് മേളിൽ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറച്ച് രാത്രികാലങ്ങളിലൊക്കെ ഈ ഫാമിൽ അനധികൃതമായ വിഷയങ്ങൾ നടക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. ഇതിനുള്ളിൽ ഒരു വീട് പണിഞ്ഞ് വച്ചിട്ടുണ്ട്. അതിന് അവർ പഞ്ചായത്തിൽ വീടിന് വിവരാവകാശം ചോദിച്ച സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടി പെർമിറ്റ് എടുക്കാതെ ഇതിന് വീട്ടു നമ്പർ കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി. സ്ഥലത്ത് ദുർഗന്ധം വമിക്കുന്നതായും ഇനി അറവു മാലിന്യങ്ങൾ കൊണ്ടുതള്ളാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നതാണ് സമീപവാസികളുടെ ആവശ്യം. ജനം, കൊല്ലം.